സെൻസസ് ഡ്യൂട്ടിക്ക് എത്തുന്ന എന്യൂമറേറ്റർമാർക്ക് വിവരശേഖരണം എളുപ്പമാക്കാൻ വീടിന്റെ മുഴുവൻ വിവരങ്ങളും പേപ്പറിലെഴുതി വാതിലിലൊട്ടിച്ച ഗൃഹനാഥന്റെ മാതൃകാപരമായ നടപടി ശ്രദ്ധേയമാകുന്നു. പാലക്കാട് വല്ലപ്പുഴ പഞ്ചായത്തിലെ ചെറുകോടിലാണ് സംഭവം. വല്ലപ്പുഴ പഞ്ചായത്തിലെ 3-ാം വാർഡിൽ സെൻസസ് ഡ്യൂട്ടിക്കെത്തിയ ചൂരക്കോട് ഗവൺമെന്റ് ഹൈസ്കൂളിലെ അധ്യാപിക ശ്രീകല ആദ്യ 2 തവണയും വീട്ടിൽ ആളെ കാണാനായില്ല. 3-ാം തവണ എത്തിയപ്പോഴാണ് വീടിന്റെ വാതിലിലൊട്ടിച്ചിരുന്ന ഒരു കുറിപ്പ് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. വീട്ടിലെ അംഗങ്ങളെക്കുറിച്ചും മറ്റ് ആവശ്യമായ വിവരങ്ങളുമെല്ലാം വ്യക്തമായി രേഖപ്പെടുത്തിയ കുറിപ്പിനൊപ്പം വീട്ടുടമയുടെ പേരും ഫോൺ നമ്പറും നൽകിയിരുന്നു. വീടിന്റെ മുറികളുടെ രേഖാചിത്രവും ഗൃഹനാഥൻ അതിൽ ഉൾപ്പെടുത്തിയിരുന്നു. മെമ്പറിന്റെ നമ്പർ ചോദിച്ച് എന്റെ നമ്പർ ചോദിച്ച് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. 2-3 പ്രാവശ്യം, ഒരു ദിവസം 2 തവണ അങ്ങനെ വിളിക്കാറുണ്ട്. അപ്പോൾ പിന്നീട് ഞാൻ വരുമ്പോൾ ബുദ്ധിമുട്ടാവണ്ട എന്ന് വിചാരിച്ചിട്ടാവണം അവര് ഇത് എഴുതി ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് കണ്ട സമയത്ത് എനിക്കതൊരു അത്ഭുതമായിട്ട് സന്തോഷമാണ് തോന്നിയത്. എന്താ വെച്ചാൽ പല വീടുകളും നമ്മൾ പോകുമ്പോൾ ആളില്ലെങ്കിൽ നമുക്ക് ഭയങ്കര വിഷമാവും. അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് ഫോൺ നമ്പറൊക്കെ ചോദിച്ചിട്ടൊക്കെയാണ് നമ്മൾ അവരെ വിളിച്ച് ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്യാറ്. അപ്പോൾ അവർ ഇത്രയും എഴുതിയ സ്ഥിതിക്ക് ഒരു നന്ദി പറയണമെന്ന് എനിക്ക് തോന്നി. അങ്ങനെയാണ് ഞാൻ ഈ താങ്ക് യു എന്നുള്ളത് എഴുതി വെച്ചത്. ഭാര്യ മരിച്ചതിനെ തുടർന്ന് വീട്ടിൽ ഒറ്റയ്ക്കാണ് ചെറുകോട് പുത്തുകുളങ്ങര കൃഷ്ണൻ താമസിക്കുന്നത്. വിവിധ ആവശ്യങ്ങൾക്കായി പുറത്തു പോകേണ്ടി വരുന്നതിനാൽ സെൻസസ് ഉദ്യോഗസ്ഥർ വെറുതെ ബുദ്ധിമുട്ടരുതെന്ന കരുതലിലാണ് വിവരങ്ങൾ എഴുതി വാതിലിൽ ഒട്ടിച്ചു വെച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഇവിടെ എഴുതി വെച്ചപ്പോൾ ആദ്യം ടീച്ചർ വന്നപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ രണ്ടാമത് വന്നപ്പോൾ അവർക്ക് ബുദ്ധിമുട്ട് വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ ഡോറിൽ എഴുതി ഒട്ടിച്ചത്. ഒക്കെ കൃത്യമായിട്ട് തന്നെയാണ് ഞാൻ എഴുതി വെച്ചിട്ടുള്ളത്. വിവരശേഖരണം പൂർത്തിയാക്കിയ അധ്യാപിക ശ്രീകല അതേ പേപ്പറിൽ തന്നെ നന്ദി രേഖപ്പെടുത്തിയാണ് മടങ്ങിയത്. പിന്നീട് കൃഷ്ണനെ നേരിൽ കണ്ടും നന്ദി അറിയിച്ചു. സെൻസസ് ഡ്യൂട്ടിക്കിടെ ലഭിച്ച വ്യത്യസ്തവും ഹൃദ്യവുമായ അനുഭവമായാണ് ഈ സംഭവത്തെ അധ്യാപിക വിശേഷിപ്പിക്കുന്നത്. പൊതുപ്രവർത്തനങ്ങളിൽ പൗരന്മാരുടെ സഹകരണം എത്രമാത്രം നിർണായകമാണെന്ന് ഓർമ്മപ്പെടുത്തുന്നതാണ് പാലക്കാട്ടെ ഈ മാതൃക. ഈ ചാനൽ ന്യൂസ്, വല്ലപ്പുഴ. നിങ്ങൾക്കും സ്വന്തമായി എന്തെങ്കിലും നേടണമെന്ന് ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടില്ലേ? വെറും 6 മാസം കൊണ്ട് ആരോഗ്യ മേഖലയിൽ ജോലി സ്വന്തമാക്കാം. അതിന് ഫീസ് ഒരു തടസ്സമേ ആകില്ല. വളരെ കുറഞ്ഞ ഫീസിൽ നിങ്ങളുടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ നിന്നും നേരിട്ട് NIPMS അക്കാഡമിയുടെ ജോബ് ഓറിയന്റഡ് സ്കിൽ കോഴ്സായ നഴ്സിംഗ് അസിസ്റ്റന്റ് പഠിക്കാം. പഠിച്ചിറങ്ങിയ മുഴുവൻ കുട്ടികൾക്കും പ്ലേസ്മെന്റ് കിട്ടിയതുകൊണ്ട് ജോബിന്റെ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട. +2 ഡിഗ്രി കഴിഞ്ഞ് ആർക്ക് വേണമെങ്കിലും ഈ കോഴ്സിൽ അഡ്മിഷൻ എടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ഇന്ന് തന്നെ കോൺടാക്ട് ചെയ്യൂ. നിസാർ ഹോസ്പിറ്റൽ, വളാഞ്ചേരി.